തുടർച്ചയായിട്ട് 41 ദിവസം നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വഭാവത്തിൽ ഏകദേശം ആകാൻ തുടങ്ങും. പക്ഷെ ഒരു 12 വർഷം തുടർച്ചയായിട്ട് ഒരേ കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് പിന്നെ പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കറക്റ്റ് 13 വർഷം വനവാസത്തിനായിട്ട് പറഞ്ഞയച്ചത്. കാരണം എന്താ വെച്ചാൽ 12 വർഷം കഴിയുമ്പോൾ ഏകദേശം എല്ലാവരും പാണ്ഡവരെ മറക്കും. പിന്നെ അജ്ഞാതവാസത്തിൽ പിടിക്കപ്പെട്ടെങ്കിൽ വീണ്ടും 12 വർഷം. വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നു. ഇതേപോലെയാണ് ശ്രീരാമസ്വാമിയും 14 വർഷത്തെ വനവാസം. ഒന്ന് ആലോചിച്ചു. കൂടാതെ പ്രജകളും സഭയിലുള്ള എല്ലാവരും പാണ്ഡവർക്കെതിരെ നടന്ന അനീതി എല്ലാവരും മറന്നു കാണും. സത്യമായിട്ടുള്ള കാര്യമല്ലേ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു 2-3 വർഷം മുമ്പേ നടന്ന കാര്യങ്ങൾ അങ്ങനെ ആലോചിക്കാറുണ്ട്. ഒരു 12 വർഷം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ 2025 അന്നേരം 2013 നിങ്ങൾ അനുഭവിച്ച സുഖം, ദുഃഖം അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും. എവിടെ നിന്നല്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങളുടെ ആ ഉള്ളിലേക്ക് തട്ടിയൊരു വിഷമം. പക്ഷെ അത് നിങ്ങളുടെ ഉള്ളിൽ തട്ടിയ വിഷമാണ്. അത് നിങ്ങൾക്ക് മാത്രമേ ഓർമ്മ കാണൂ. മറ്റൊരാളിനോട് നടന്ന ഒരു അനീതി, അധർമ്മം നിങ്ങൾ ആലോചിച്ചു വയ്ക്കുമെന്ന് തോന്നുന്നു? ഒരിക്കലും ഇല്ല. എന്തിനേറെ പറയുന്നു, നമ്മൾ ന്യൂസിൽ കാണുന്ന ഓരോരോ അനീതി, അധർമ്മം. കുറേ കാലം ഒരു കേസ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും, ന്യൂസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരോട് ഇത് വലിയൊരു അധർമ്മമാണ് നടന്നത്, ഈ വലിയ അനീതിയാണ് നടന്നത്, അവർക്ക് ന്യായം കിട്ടണം. ഒരു മാസം പോലും ഒരു ന്യൂസ് അങ്ങനെ തുടർച്ചയായിട്ട് നടക്കാറില്ല, ചർച്ച ചെയ്യാറില്ല. ഇത്ര പ്രാക്ടിക്കലായിട്ടാണ് ദ്രുപദൻ പറയുന്നത് നോക്കൂ. ദ്രുപദൻ പറയുക, അതുകൊണ്ട് 12 വർഷമായി, 13 വർഷമായി. ഈ 13 വർഷത്തിന് ശേഷം പാണ്ഡവരോട് നടന്ന അനീതി, അധർമ്മമൊന്നും ആരും ഓർത്തു വെക്കണമെന്നില്ല.